ബി.ജെ.പി. അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് മൂക്കാതെ പഴുത്തതിന്റെ പ്രശ്നം നല്ലവണ്ണമുണ്ട്. അധ്യക്ഷ സ്ഥാനത്ത് നിയമിതനായി ആദ്യം തന്നെ നേരിടേണ്ടി വന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. എന്നാൽ അതിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഞങ്ങളില്ല എന്ന് ആദ്യം പറഞ്ഞ ഒരു അധ്യക്ഷൻ കേരളം തന്നെ ഞങ്ങൾ പിടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിരോധാഭാസമായി തോന്നുന്നവർക്ക് അത് തെറ്റിയിട്ടില്ല. അടുത്ത കാലത്ത് കണ്ട അധ്യക്ഷന്മാരിൽ ഏറ്റവും കഴിവുകെട്ട ഒരു ബി.ജെ.പി. അധ്യക്ഷൻ എന്നത് ആദ്യം തന്നെ തെളിയിച്ച അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ ശ്രമം നടത്തിയത് തന്റെ പരാജയം വോട്ടിൽ പ്രതിഫലിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. എന്നാൽ അതിനേക്കാളും നാണക്കേടായത് താൻ മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ ബി.ജെ.പി. അത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് പോകും എന്നുള്ളത് ധരിച്ചത് പ്രകാരമാണ് ഈ പ്രഹസന മത്സരം ഇപ്പോൾ നടത്തുന്നത്. മത്സരിക്കില്ല എന്ന് പറഞ്ഞൊരാൾ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ മത്സരിക്കുന്നു എല്ലാവരും മനസ്സിലാക്കിയപ്പോഴാണ് അടുത്ത പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതായത് 7 മാസം തന്നാൽ 3 പദ്ധതികൾ വരും. ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ബി.ജെ.പി. നൽകുന്ന വാക്കാണെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ബി.ജെ.പി. സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ജയിക്കുകയാണെങ്കിൽ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയുടെ നിർമ്മാണം ആരംഭിക്കും. അതുപോലെ രണ്ടാമതായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ക്യാൻസർ സ്പെഷ്യാലിറ്റി സെന്ററാക്കി ഉയർത്തും. മൂന്നാമതായി കാലിക്കറ്റ് നിലമ്പൂർ ഗൂഡല്ലൂർ ഹൈവേ 4 വരി പാതയാക്കി വികസിപ്പിക്കും. ഇതാണ് ആ 3 പദ്ധതികൾ. പക്ഷെ ഇതിനെല്ലാം ചേർന്ന് 7 മാസം മതിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകം സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ 3 പദ്ധതികൾ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. റെയിൽപാതയുടെ DPR നടപടികളെല്ലാം നടന്നു വരുന്നു. ഇനി അത് നഞ്ചങ്കോട് വരെ റെയിൽപാതയായി ട്രെയിൻ ഓടണം. 3 പദ്ധതികൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അംഗീകരിക്കാം. എന്നാൽ അത് 7 മാസത്തിനുള്ളിൽ നടത്തിയിരിക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇങ്ങനെ സിദ്ധിയുള്ളതോ അല്ലെങ്കിൽ മാജിക് അറിയാവുന്നതോ ആയ ഒരാൾ ബി.ജെ.പി. അധ്യക്ഷനായി ഉണ്ടായാൽ പിന്നെ കേരളം ധൈര്യമായി ബി.ജെ.പിയെ തന്നെ ഭരണമേൽപ്പിക്കുക തന്നെ ചെയ്യാം. ഇത് LDFും UDFും നൽകുന്നത് പോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളല്ല എന്നും മറിച്ച് 11 വർഷത്തെ രാജ്യത്ത് പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണെന്നും രാജീവ് ചന്ദ്രശേഖർ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വികസിത നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ തൽക്കാലം അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. സത്യത്തിൽ നമ്മളൊരു ഓഫർ കൊടുക്കുമ്പോൾ ചില നിബന്ധന വെക്കാറുണ്ട്. ഇത്രയും വിലയുടെ സാധനം വാങ്ങിയാൽ ഇത്ര ലക്ഷം രൂപയുടെ സമ്മാന കൂപ്പൺ എന്നൊക്കെ പറയുന്നത് പോലെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇപ്പോഴത്തെ വാഗ്ദാനം. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനാണ്, അതെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഇങ്ങനെയേ രാഷ്ട്രീയം നടത്താൻ കഴിയുകയുള്ളൂ. അത് മറ്റുള്ള ബി.ജെ.പി. നേതാക്കൾക്ക് വശമില്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ കുറച്ചു ദിവസങ്ങളായി നേരിട്ട് പോയി കണ്ട ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, ബി.ജെ.പിയുടേത് പ്രഹസന മത്സരം മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ഇത്രയും ഉറപ്പിച്ചുള്ള പറയുന്നതിന് പിന്നിൽ ചില അനുഭവങ്ങൾ തന്നെയാണുള്ളത്. ബി.ജെ.പിയുടെ പ്രവർത്തനം അൻവറിന്റെ പ്രവർത്തനത്തിന്റെ 10-1 പോലും വരില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സർവേയിൽ പറഞ്ഞതുപോലെ ബി.ജെ.പിക്ക് 5% വോട്ടും PV അൻവറിന് 4% വോട്ടും എന്നുള്ളതാണ്. ഇടതു വലതു മുന്നണികൾ തമ്മിൽ തന്നെയാണ് പോരാട്ടമെങ്കിലും മറ്റൊരു മുന്നണി എന്നുള്ള നിലയിൽ ബി.ജെ.പിയുടെ നില പറയുകയാണെങ്കിൽ ഇപ്പോൾ ബി.ജെ.പി. അൻവറിനും പിന്നിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് വിറ്റഴിക്കൽ വിൽപ്പന എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഓഫർ ബി.ജെ.പി. അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ സലീം കുമാർ സിനിമയിൽ പറഞ്ഞതുപോലെ എനിക്ക് മാത്രം ഭ്രാന്തായതാണോ അല്ല എല്ലാവർക്കും ഭ്രാന്തായി പോയോ എന്നാണ് കേരളം ചോദിച്ചത്.